ചേട്ടാ ഉമ്മാന്റെ മനസ്സറിഞ്ഞ സോറി പറയാണ്. എന്നെ ഒഴിവാക്കി ആശി വീട്ടിൽ പോയ ആശിനെ സ്വീകരിക്കും ഉമ്മാക്ക് നല്ലൊരു മര്യാദ ആയിരിക്കും. ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല. എന്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇതിന് പറയുന്നു നിങ്ങളുടെ മുമ്പിൽ. ഞാൻ മരിച്ചാലടക്കം പറയുന്നു എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു. എന്റെ മയ്യത്ത് പോലും നോക്കാൻ വരരുത്. നമസ്കാരം ഗൈസ്, ആദ്യം തന്നെ ഒരു കാര്യം പറയാണ്. സൗണ്ട് കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. അവിടെ ഓഫീസിലെല്ലാവർക്കും ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ ഒരു വൈറൽ ഫീവർ കിട്ടി. അത് പിന്നെ വേറെ 2 പേഷ്യൻസിന് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്റ്റാഫിന് വന്നു. സ്റ്റാഫിൽ നിന്ന് വേറൊരു സ്റ്റാഫിന് വന്നു. എല്ലാവരും ഇങ്ങനെ വയ്യാണ്ട് പോയി. ഞാനിങ്ങനെ തട്ടിമുട്ടി പോയതായിരുന്നു. ഇന്നലെ ആവുമ്പോഴേക്ക് അതെനിക്ക് കിട്ടി. ഇപ്പം എൻ്റെ സൗണ്ട് പക്ക കമ്മിയാണ്. സോ വിത്ത് ദ സൗണ്ട് ഈ എനർജിയിലായിരിക്കും ഐ എം ഗോണ ഡു ദിസ് ടോപ്പിക്. ബട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ് എൻ്റെ സൗണ്ട് ഒന്ന് കൊണ്ടുവരാം. സ്ട്രെയിൻ കൂടുന്നുണ്ട്. ഞാൻ എത്ര സ്ട്രെയിൻ എടുത്താൽ ഇന്നത്തെ ദിവസം ഫുൾ കാറ്റായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഏതാന്ന് വെച്ചാൽ ജാസി ആഷിയാണ്. ഈ ജാസി ആഷി ഇവിടെ ഈ നാട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലേ അവർ വലിയ ഹാപ്പി ആയിട്ട് നിന്നു എന്ന് എനിക്ക് തോന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഡെയിലി വിവാദങ്ങളാണ്, ഡെയിലി പ്രശ്നങ്ങളാണ്, ഡെയിലി വിഷയങ്ങളാണ്, ഡെയിലി റിയാക്ഷൻ വീഡിയോസാണ്. എനിക്ക് തോന്നുന്നു ഞാൻ 1, 2, 3 ടോപ്പിക് എങ്ങാനും ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ആ ടോപ്പിക് സംസാരിച്ചിട്ട് തന്നെയല്ല. പക്ഷെ ഇവരെ സംബന്ധിച്ചിട്ടുള്ള ഇവർ രണ്ടുപേരും ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും വിഷയങ്ങളും ഒന്നും തീരുന്നില്ല. പൂജേന്റെ കാര്യങ്ങളും ഉമ്മാഷീനെ പിടിച്ചു വെച്ചു എന്നും ഉമ്മാഷീനെ വിടുന്നില്ല എന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫൈനലി ആഷീന്റെ ഉമ്മ വന്ന് ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. ആ ഇന്റർവ്യൂവിൽ ഉമ്മ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെന്തായാലും ഒരു കത്തിക്കേറിയ ടോപ്പിക് തന്നെയായിരിക്കും. കാരണം ഇത്രയും കാലം ഇവരെ ഇന്റർവ്യൂ ഉമ്മാന്റെ വോയിസ്, ഉമ്മാന്റെ റെക്കോർഡിംഗ് ആണ്. ഉമ്മ വന്നിരുന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം വലിയ വീഡിയോ ആണ്. ഞാൻ അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒപ്പീനിയൻ നമുക്ക് കേൾക്കാം. ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഇനി അത് എന്ത് പ്രശ്നം വന്നാലും അവന്റെ കൂടെ ജീവിക്കണം. എനിക്ക് 2 ഭാഗത്തും പൊരുത്തല്ലാത്ത കാര്യം. ഞാൻ വിടുകയല്ലത്. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മോനെ കയ്യിലെത്തണം. അതാണ് എന്റെ ലക്ഷ്യം. ഒന്നും വേണ്ട, എന്റെ കുട്ടി ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതി. എനിക്കൊന്നും അവന്റെ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവനൊരു പെണ്ണാണായിക്കോട്ടെ, ജാതി എന്താണ്, മതം എന്താണ് നോക്കും, നമ്മളെ കൊണ്ടുവരുന്നത് ഞാൻ സ്വീകരിക്കും. അതെന്റെ മോന്റെ ഭാവിയാണ്. എന്റെ മോൻ സ്നേഹിച്ച പെണ്ണാണ്. ഏത് മതമായാലും ഞാൻ എന്റെ കുടുംബത്തെ സ്വീകരിക്കും. പക്ഷെ ഇത് ആണും പെണ്ണും കെട്ടാനല്ലേ. ഇത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ കഥയാണ്. ആരും അംഗീകരിക്കുക? അവന്റെ അമ്മ അംഗീകരിക്കും, പക്ഷെ ഞാൻ അംഗീകരിക്കൂല. സീരിയസ്ലി ഐ എം കൺഫ്യൂസ്ഡ് വാട്ട് ടു സേ. എന്ത് പറയണമെന്ന് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡാ. കാരണം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീനെ ആണും പെണ്ണും കെട്ട വർഗം എന്ന് പറഞ്ഞ് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉമ്മ പറയുന്നുണ്ട്. ഈ ഉമ്മാനോട് വേണം എനിക്ക് ചോദിക്കാം. കുറേ കാര്യങ്ങൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാം, അല്ലെ പറഞ്ഞു കൊടുക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ അവരുടെ പ്രായം അവർക്ക് ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഹോൾ ഇന്റർവ്യൂ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ജാസി എന്ന് പറയുന്ന വ്യക്തിനേക്കാൾ ജാസി എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡറിനോടാണ് അവർക്കൊരു വെറുപ്പുള്ളത്. അപ്പം എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും ഇനി സമൂഹം പറഞ്ഞാലും ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചാലും ഈ ഉമ്മനെ കറക്റ്റ് ചെയ്യൽ ഇച്ചിരി എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഉമ്മ ഒരിക്കലും ഈ ഒരു സാധനം അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ ഉമ്മ പോണില്ല. സോ ഐ എം റിയലി കൺഫ്യൂസ്ഡ്. ഒന്നെങ്കിൽ ഉമ്മ വാട്ട് ഈസ് ട്രാൻസ്ജെൻഡർ എന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആശി ഉമ്മാൻ്റെ അടുത്ത് പോകണം. ഇവിടെ ഒരു ഉമ്മാന്റെ ഫീലിംഗും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോറി, ആശി ജാസിയുമായിട്ട് ബന്ധത്തിലായതിനു ശേഷമുള്ള കഥയാണോ? അതിന് മുമ്പുള്ള ഏകദേശം എത്ര വയസ്സൊക്കെ ഉള്ള സമയത്തായിരിക്കും? ഇവൻ ഗൾഫിൽ പോയിട്ട് വന്ന ട്രിപ്പ് 10, 22, 23 വയസ്സ്. അപ്പൊ ഉറപ്പിച്ചതാണ്. അത് ഇവന്റെ പ്രശ്നങ്ങൾ വന്നപ്പോ ഇവൻ അത് പഴയ വീഡിയോയിലെ കുട്ടീനെ വിളിച്ച് പറഞ്ഞിട്ട് മുടക്കി. ജാസിയാണ് മുടക്കിയത്, അല്ലാതെ നിങ്ങൾ അതിനെ സംബന്ധം നടത്താതൊന്നും വരുന്നില്ല. ചിലപ്പോൾ ഉമ്മ പറയുന്ന സത്യമായിരിക്കും. കാരണം ആഷിക്ക് ഒരാൾ മെസ്സേജ് അയക്കുന്നത് പോലും താല്പര്യമില്ലാത്ത ആളാണ് ജാസി. അപ്പം ആഷിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജാസി വിളിച്ചിട്ട് അത് എന്ത് ചെയ്യും? മുടക്കും. കാരണം ഒരു ഇഷ്ടത്തിലാണെങ്കിൽ. ഇവിടെ എൻ്റെ ഒരു സംശയം എന്താ അറിയോ, ഈ ആഷി എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയല്ലേ, അവന് ഈ മുക്കിന്റെ മുകളിലുള്ള മീശ പ്രവർത്തിക്കൂലേ? അവൻ ഈ ജാസിനോട് താല്പര്യമില്ലെങ്കിൽ ഓന് സത്യസന്ധമായിട്ട് പറഞ്ഞുകൂടെ, ഇല്ല എനിക്ക് ഇതിനോട് താല്പര്യമില്ല, എനിക്ക് ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, ലെറ്റ്സ് ബ്രേക്കപ്പ്. എല്ലാ ജെൻഡറിലും ബ്രേക്കപ്പ് ഉണ്ട്. നിങ്ങൾ ഈ പറയുന്നത് പോലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും വളരെ പോസിറ്റീവ് റിലേഷൻഷിപ്പിൽ പോകുന്നവരൊന്നുമല്ല. അവരുടെ ഇടയിലും ബ്രേക്കപ്സ് വളരെ കോമൺ ആണ്. അപ്പം ആഷി ഇതൊന്നും പറയാണ്ട് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ, കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ വരെ മാറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ആഷിക്ക് ജാസീനെ ഇഷ്ടമാന്ന് തന്നെ പറയേണ്ടി വരുമാ.
ഇപ്പൊ ആ പെൺകുട്ടീനെ പറഞ്ഞു വെച്ചതാണ് ഞങ്ങള്. പറഞ്ഞു വെച്ച് അവൻ തന്നെ പറഞ്ഞത് അവനും ശരിയാ, ഇഷ്ടമായിരുന്നു. ആ, പക്ഷെ ആ സമയത്താണ് ജാസി ഇടം കൊണ്ടിട്ട് ഇത് മുടക്കുന്നത് അവൻ അവിടെ പോയിട്ട് അപ്പൊ ഇവരെ തുടക്കം തോന്നുന്നത് ഇപ്പൊ എന്താണെന്ന് നമുക്ക് പറയാം. അതെ അതെ. ഇവൻ പറഞ്ഞ 7 വർഷമായിരുന്നു, 4 വർഷം ഇതിൽ കൂടുതലായിട്ടില്ല. അവൻ പറഞ്ഞ 7 വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല, 4 വർഷം. ആഷിക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയാണ്, ആഷിയുടെ ഇഷ്ടത്തിനാണ് കല്യാണം ഉറപ്പിച്ചത്. പിന്നെ എന്തുകൊണ്ട് ആഷി ജാസിന്റെ കൂടെ നിന്നു? ആഷിക്ക് ഇറങ്ങി വന്നൂടെ? ആഷിക്ക് അതിനുള്ള കഴിവില്ലേ? പെൺകുട്ടികൾ വരുന്ന ആൺകുട്ടികളെടുത്ത് റിലേഷൻഷിപ്പിന് താല്പര്യമില്ലെങ്കിൽ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് മൂവ് ഓൺ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഒരു ആൺകുട്ടിക്ക് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് റീസൺ? എനിക്കതാ മനസ്സിലാവാത്ത. ഞാൻ ഒന്നെങ്കിൽ എന്തോ വലിയൊരു തെണ്ടിത്തരം ജാസീൻ്റെ അടുത്ത് ആശി ചെയ്തിട്ടുണ്ടാവും, അത് പുറത്ത് പറയുന്നുള്ള പേടി അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അല്ലാണ്ട് ഇഷ്ടം എന്ന് പറയുന്ന ഒരു സാധനം എങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റുക? എനിക്ക് പേഴ്സണലി അറിയില്ല. ഈ ഉമ്മ ഈ വീഡിയോയിൽ ജാസീന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. ഉമ്മാനോട് ഒരിക്കലും ആഷീനെ ജാസിക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നോ അല്ലെ ആ ജാസീനെ ഉമ്മ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ഈ സൈഡും കൂടി ഉമ്മ എന്താ ചിന്തിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്, ഏത് ചാൻസ് കിട്ടിയാലും മോനെ സപ്പോർട്ട് ചെയ്തിട്ടേ പറയൂ. എന്നാലും നിങ്ങളുടെ മോനും ഒരു ഇത് വേണ്ടേ? എനിക്ക് ആശയെ നല്ല കുടുംബം നോക്കണ കുട്ടിയാണ്. വാപ്പാക്ക് വയ്യാണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് കീം കൊടുക്കാൻ വേണം പൈസ വേണം. മോനെ ഇപ്പനോട് ഒപ്പത്തോണ്ട് പറഞ്ഞാൽ ആ സ്പോട്ടിൽ ഏട്ടന്റെ ഫോണിൽ പൈസ വെക്കും. അങ്ങനെ ഇവന്റെ കയ്യിൽ പെട്ടപ്പോഴാണ് പൈസകളൊക്കെ പിന്നെ മാസം 10,000 അയക്കണമെങ്കിൽ മോനെ പൈസ അയക്കും. അതുവരെ എന്റെ കുട്ടി കറക്റ്റായി അയക്കും. അത്ര അറിഞ്ഞിട്ടില്ല. ഇപ്പൊ അങ്ങനെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ തൃശ്ശൂര് ഒരു റൂം എടുത്തിട്ട് റേഡിയേഷൻ അവിടെ ഞങ്ങൾ ഇരിക്കായിരുന്നു. അപ്പൊ ഇവന്റെ ഒപ്പം മരിച്ചിട്ട് വന്നിട്ട് ആര് ജാസി ഇപ്പൊ മരിച്ചിട്ടപ്പോ ഞങ്ങൾ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ അവിടെ റൂം എടുത്ത് ഇരിക്കുകയാണ്. പറഞ്ഞപ്പോ അവിടെ അവൻ വന്നു, ആ ഉപ്പാനെ കാണാൻ വന്നു. അപ്പൊ ഇവൻ പറഞ്ഞ ആഷിക്ക് വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ ജാസി വരുന്നുണ്ട്. അപ്പൊ ഏതാ ജാസി എന്താ ജാസി നമുക്കറിയില്ല, കണ്ടിട്ടില്ലല്ലോ. വരുന്നുണ്ട് ഇങ്ങനെയാണ്. അപ്പൊ വലിയ മോനെ വിളിച്ച് പറഞ്ഞു. അപ്പൊ അവൻ അവിടെ വന്നു. അവൻ വന്നപ്പോ ഇപ്പൊ എനിക്കിത് വന്ന് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് ഇപ്പൊ അങ്ങനെ അപ്പൊ നല്ലൊരാണ് താടിയൊക്കെ വെച്ച് കണ്ണടക്കം നല്ല സ്വന്തക്കാരൻ ചക്കൻ അതിന്റെ ഷർട്ടൊക്കെ ഇട്ടു. പിന്നെ വർത്താനൊക്കെ ഒത്തിരി കൊണ്ടിട്ടായപ്പോ ഇപ്പൊ പറഞ്ഞു ഇതെന്തൊരു 9 പോലെ ഉണ്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യം അതെന്താന്നറിയില്ല. ഇപ്പൊ ഇവിടെ പറയുന്നത് ജാസിയായിട്ട് റിലേഷൻഷിപ്പ് ആയതിനു ശേഷം ആഷി വീട്ടിലോട്ടൊന്നും സഹായിക്കുന്നില്ല, അതിന് ജാസി സമ്മതിക്കുന്നില്ല. ഇതാ ഞാൻ പറഞ്ഞത്. ഈ ആഷി ജാസി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജാസി എന്ന് പറയുന്ന വ്യക്തിനെ ആഷി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്റെ സുഹൃത്തായിട്ടാണ് ആ വീട്ടില്. അന്ന് പാന്റും ഷർട്ടും കോട്ടും എല്ലാം ഇട്ട് വന്ന് താടിക്കാരനായിട്ടുള്ള ഒരു ചെക്കൻ പിറ്റേന്ന് പറയാണ് അവനൊരു പെണ്ണാണ്, അവന് ഞാൻ കല്യാണം കഴിക്കാൻ പോവാ എന്ന് പറയുമ്പം ആ ഉമ്മാക്ക് എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? എത്രയൊക്കെ നമുക്ക് ആ ഉമ്മാല് അറിവ് കൊടുക്കാൻ പറ്റും, നോളജ് കൊടുക്കാൻ പറ്റും. എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഞാൻ എല്ലാ ട്രാൻസ്ജെൻഡർ വിഷയത്തിലും അവരെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുക. കാരണം എനിക്ക് ആ കമ്മ്യൂണിറ്റീനെ കുറിച്ച് അത്യാവശ്യം നോളജ് ഉള്ളത് കൊണ്ട്. പക്ഷെ ഇവിടെ ഞാനിത് സംസാരിക്കാത്ത, ഈ പെർസ്പെക്റ്റീവിൽ സംസാരിക്കാത്ത ഒരു ഉമ്മാന്റെ ഇമോഷനും കൂടെ ഞാൻ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ്. സ്വന്തം ഉപ്പാന്റെ മരണ ചടങ്ങിൽ കുറെ ദിവസം നിൽക്കേണ്ടതിന്റെ ഭാഗമായിട്ട് അവന് നിൽക്കാൻ പറ്റുന്നില്ല. ഉപ്പാനെ ടേക്ക് കെയർ ചെയ്യാൻ അവന് പറ്റുന്നില്ല. അവൻ നാട്ടിലോട്ട് വരുന്നില്ല. അതിന് മുമ്പ് വരെ ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ സ്നേഹിച്ച് നിന്നൊരു വ്യക്തി ഇപ്പൊ ഇതിലൊക്കെ മാറ്റം വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കുറ്റം പോവുക ജാസിക്ക് തന്നെയാണ്. അതിപ്പോ ഈ ട്രാൻസ്ജെൻഡർ ബന്ധത്തിലല്ല, അല്ലാത്തൊരു ബന്ധത്തിലെടുത്തോ അവിടെ കയറി വന്ന വരുമ്പോൾക്ക് തന്നെയാണ് ഒരു കുറ്റം വരിക. അപ്പൊ അതേ സാധനം തന്നെയാണ് ഇവിടെ ബേസിക്കലി ഉണ്ടായിട്ടുള്ളത്. അതൊരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആവുമ്പോൾ കുറച്ചും കൂടെ കൂടുന്നു, കുറച്ചും കൂടെ ഒരു വലിയ ഡിസ്കഷനിലോട്ട് പോകുന്നു, കുറച്ചും കൂടെ ഒരു ഒച്ചപ്പാട് വെളിയിലോട്ട് പോകുന്നു എന്ന് മാത്രമാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു സിനാരിയോയില് ആഷിന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അതുപോലെ ജാഷിന്റെ ഭാഗത്തും ഒരുപാട് തെറ്റുണ്ട്, ഉമ്മാന്റെ ഭാഗത്തും ഒരുപാട് തെറ്റുണ്ട്. ഇവർ മൂന്നാളും കുറെ മാറ്റങ്ങൾ വരുത്തിയാലേ ഇതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ എടി ആണും പെണ്ണും മറ്റൊരു ചെക്കനാണ്. പാപ്പ മരിച്ചിട്ട് വന്ന് 7 കഴിഞ്ഞു. 8 പോകാനുള്ള ഒരേ തിരക്കാണ്, കൊറോണ ടൈമാണ്. അപ്പൊ 7 പോകാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ 40 ദിവസം നിൽക്കുമോനെ, 40 ദിവസം നിൽക്കുക, എങ്ങനെ പിടിച്ച് നിർത്താന്നുള്ളത് നിൽക്കുമോനെ. പിന്നെ പാസ്പോർട്ട് ഞങ്ങളെ കാണിച്ചിട്ടായിരുന്നു, എവിടെ പാസ്പോർട്ട് വെച്ചെന്നില്ല കൊടുത്തിട്ട്. അവൻ വന്നിട്ട് പാസ്പോർട്ട് അവിടെ വെച്ചെന്നില്ല. അവന്റെ കൂട്ടുകാരൻ അവിടെ നിന്ന് റൂമിൽ ഇരിക്കണമെന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് നാശിക്ക് വരുന്നെങ്കിൽ പറഞ്ഞേക്കണ്ട, കുറച്ച് ദിവസം നിർത്തി, അതിന് ഇവിടെ ഉണ്ടല്ലോ പ്രശ്നങ്ങൾക്ക് നമുക്ക് ശരിയാക്കാം. അവൻ പോയി. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഉമ്മാന്റെ മിസ്റ്റേക്ക്. ഉമ്മ എങ്ങനെയെങ്കിലും ആഷീനെ ജാഷീന്റെ അടുത്തുനിന്ന് പിടിച്ചു വലിക്കാനാണ് നോക്കുന്നത്. ഉമ്മ അങ്ങനെയാ നോക്കൂ, കാരണം ഉമ്മാക്ക് സ്വന്തം മോനെ കിട്ടണം എന്നുള്ളതുകൊണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായത് ആഷിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫുൾ സാധനം കണ്ടതിൽ നിന്ന് മനസ്സിലായത്. കാരണം ആഷി എങ്ങനെയെങ്കിലും പോകാനാണ് ശ്രമിക്കുന്നത്. ആഷി ഇപ്പോഴും ഉമ്മാൻ അഗെയിൻസ്റ്റ് ആണ് സംസാരിക്കുന്നത്. ആഷി ഇപ്പോഴും കുടുംബക്കാർക്ക് അഗെയിൻസ്റ്റ് ആണ് സംസാരിക്കുന്നത്.
ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് പഠിപ്പിച്ചു വിട്ടതാണ്, ഇത് എന്താണ് നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതാണ്, അല്ലാണ്ട് എൻ്റെ മോൻ്റെ വായേന്ന് വീഴുന്ന കാര്യങ്ങളല്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും എന്തിനീ പഠിപ്പിക്കുന്നതും കേട്ട് പേടിച്ച് വരച്ച് മുള്ളി ഇവനോട് നിൽക്കേണ്ട ആവശ്യം? ഇതെനിക്ക് മനസ്സിലാവാത്ത. ഈ വിഷയത്തെ പറ്റി എപ്പോൾ ഉമ്മ റിലേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോഴും എനിക്ക് ഈ ഒരു ചോദ്യം മാത്രമേ ആഷിനോട് ചോദിക്കാനുള്ളൂ. അല്ല, അവന് ഈ ബന്ധം മതി എന്നാണെങ്കിൽ നിങ്ങൾ ഒന്നിങ്ങനെ മോനായിട്ട് സ്വീകരിക്കുക, അല്ല അവരെ വഴിക്ക് വിട്. എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എത്രയോ ഇപ്പൊ നിങ്ങളുടെ മോൻ മാത്രമല്ല ഇങ്ങനെ ട്രാൻസ്ജെൻഡറിനെ കല്യാണം കഴിച്ചിട്ടുള്ളത്. എത്രയോ ആൾക്കാർ കല്യാണം കഴിച്ചപ്പോ സീമ വിനീതിന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ മോനെ പോലെ ഒരു മോൻ തന്നെയാണ്. വീട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് കല്യാണം കഴിപ്പിച്ച് വിടാണ്ട് അല്ലാണ്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ എന്തിനാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എനിക്ക് ഈ ഉമ്മാന്റെ അടുത്ത് അത് മാത്രമേ ചോദിക്കാനുള്ളൂ. ഉമ്മ പല ആൾക്കാർക്ക് ഓഡിയോ അയക്കുന്നു, അതാക്കുന്നു, ഇതാക്കുന്നു, ഇന്റർവ്യൂ വരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. സോ നിങ്ങൾ അവരെ വിട്ടേക്കുക. നിങ്ങളുടെ മോന് നിങ്ങളാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ മോൻ വരും. നിങ്ങളുടെ മോന് നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, ജാസിന്റെ കൂടെ നിൽക്കുന്നത്. സോ അവനവിടെ നിൽക്കട്ടെ, അവനവിടെ ജീവിക്കട്ടെ, അവന്റെ വഴിക്ക് വിട്. നിങ്ങൾക്ക് സങ്കടം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കരഞ്ഞത് കൊണ്ടോ, നിങ്ങൾ ഈ ഓഡിയോ അയച്ചത് കൊണ്ടോ, നിങ്ങൾ വിളിച്ചത് കൊണ്ടോ, നിങ്ങൾ പല ആൾക്കാരെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടോ ആശി വന്നില്ല. സോ പിന്നെ എന്തിനാണ് ഉമ്മ? 3 വർഷമായി പാപ്പ മരിച്ചിട്ട് പോയിട്ട് 3 വർഷമായി. 3 വർഷം കഴിഞ്ഞിട്ട് ഇവൻ വന്ന്. എങ്ങനെ വന്ന്? ഇവർ രണ്ടുപേരും കൂടി വന്ന് കൊച്ചിയിൽ റൂം എടുത്ത് മൂന്നാർ, കൊടൈക്കനാല്, ഊട്ടിയൊക്കെ പോയി കറങ്ങി. ഇവൻ വരുന്നുണ്ടെന്ന് വേറൊരാൾ വിളിച്ചോണ്ട് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ വന്നിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു. പിന്നെ മൂന്നാർ വെച്ചിട്ട് എന്റെ വലിയ മോന്റെ കൂട്ടുകാരൻ കണ്ട്. എന്താ ഇവിടെ വെച്ചപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് വന്നതാണ്. അങ്ങനെ കണ്ടപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞു ആഷിക്ക് മൂന്നാറുണ്ട്, എന്റെ കൂട്ടുകാരൻ പറഞ്ഞു. കൂട്ടുകാരൻ പറഞ്ഞപ്പോ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഡിലീറ്റ് ആക്കി, നോക്കില്ല, ഫോൺ എടുക്കണില്ല. ഞാൻ എവിടെ? പക്ഷെ അവന്റെ മൊബൈൽ ഇവനെ നോക്കി. ഈ ഒരൊറ്റ സാധനം നോക്കിയാൽ പോരെ ഉമ്മാനോട് പേഴ്സണലി താല്പര്യമില്ല എന്നുള്ളത്? ഉപ്പ മരിച്ച് 3 കൊല്ലം കഴിഞ്ഞ് നാട്ടിലോട്ട് വന്നിട്ട് ഉമ്മാനെ അറിയിച്ചിട്ട് കൂടിയില്ല. അവർ നാട്ടിൽ കൂടെ കറങ്ങി നടക്കുമ്പോൾ ഉമ്മ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നാ പറയുന്നത്. അത് അറിഞ്ഞ് ഉമ്മ വിളിക്കുമ്പോൾ പോലും ഉമ്മാനെ ഫോൺ എടുക്കാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇനി അത് ജാസി പിടിച്ചു വെച്ചതാണെങ്കിലും ആഷിക്കൊരിത് വേണ്ടേ, ആഷിക്കൊരു തോട്ട് വേണ്ടേ നാട്ടിൽ വരുമ്പോൾ എൻ്റെ ഉമ്മാനെ കാണണമെന്ന്? അതില്ലാത്തൊരു മോന് വേണ്ടിയിട്ട് ഉമ്മ എന്തിനിങ്ങനെ സംസാരിക്കുകയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ബാക്കി ഒരു ഫാക്ടറും അല്ല ഞാൻ പറഞ്ഞു. ഇവിടെ ഉമ്മ പറയുന്ന കുറ്റത്തിലൊക്കെ കുറ്റം നേരെ പോകുന്നത് ആഷി തന്നെയാണ്, അല്ലാണ്ട് ജാസിയിലൊന്നുമല്ല. ജാസി എന്തൊക്കെയോ ആയിക്കോട്ടെ, ആഷിക്കൊരു സ്റ്റാൻഡ് വേണ്ടേ? ആ സ്റ്റാൻഡ് ഇല്ലാണ്ട് ഉമ്മനെ മാറ്റി നിർത്തുന്ന ഒരു മോന് വേണ്ടി ഉമ്മ എന്തിന് വന്ന് ഇങ്ങനെ സംസാരിക്കണം? ഓരോ ഉമ്മ പറയുന്ന കഥകളും ഇതൊക്കെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇവനെ കാണാണ്ട് പോയപ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷനായി. അപ്പൊ എനിക്ക് വയ്യാണ്ടായി ബി പി കൂടി. ഇവനും എന്റെ ഇളച്ചിയും കൂടി ആസ്പത്രിക്ക് കൊണ്ടുപോയിട്ട് കൊടുത്തപ്പോൾ എനിക്ക് ഇവരൊക്കെ ചോദിച്ചു എന്താ നിങ്ങൾക്ക് പറ്റിയെന്ന് അവർ ചോദിച്ചു. ഒന്നുമില്ല, ഇവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും വന്നത്, പക്ഷെ എന്നോട് അവർ ചോദിക്കണില്ല. അവനോട് ഒന്നുമില്ല പറഞ്ഞു. അപ്പൊ അങ്ങനെ വയ്യ, നമുക്ക് വയ്യ, അങ്ങനെയാണ് അവസ്ഥ. അപ്പൊ ഞാൻ വരാൻ പറഞ്ഞു. പക്ഷെ അപ്പൊ അവനിക്ക് ഇങ്ങോട്ട് വരണം. എന്തുകൊണ്ട്? ഇവ ഇവിടെയാണ്, ഈ ഒരു പേരിൽ അവനിക്ക് ഇങ്ങോട്ട് എത്തിയാൽ ഇവിടെ നിന്നിട്ട് അവർക്ക് പോകാന്നുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. അവരും ഇവിടെ വന്നു 3 വർഷമായിട്ട് പോയിട്ട് വന്നിട്ടും വരാണ്ട് പോയില്ല. ഇപ്പൊ ഇതിന്റെ പ്രശ്നങ്ങൾ നല്ല ഗംഭീരമായി നടക്കുന്ന സമയമല്ലേ. ഇവനെ കണ്ടപ്പോ എല്ലാവരും വന്ന് ഇവന്റെ കൂട്ടുകാരന്മാരൊക്കെയും കാണാൻ വന്നു. കൂട്ടുകാരന്മാരൊക്കെ കണ്ടിട്ട് ഇവനെ കണ്ടിട്ട് എന്തിനാണ് നീ നിന്ന് വിട്, വേറെ ഒന്നും ഒരു കണ്ടില്ല. എന്റെ വീട്ടുകാരെ കൊണ്ടുവന്ന് ഞാൻ ലോക്ക് എന്റെ ഫോണെല്ലാം മേടിച്ചു വെച്ച്. എന്റെ ഫോൺ ആരും മേടിച്ചു വെച്ചു? എന്റെ വീട്ടിൽ എന്റെ പാസ്പോർട്ട് എല്ലാം എന്റെ വീട്ടിലുള്ളത്. ആരാ മേടിച്ചു വെച്ചത്? എന്റെ ബ്രദർ മേടിച്ചു വെച്ചിട്ടില്ല. അവൻ പാസ്പോർട്ട് തന്നെ കൊടുത്താ പാസ്പോർട്ട് ഇവിടെ ഉണ്ട്. എന്റെ കയ്യിൽ പാസ്പോർട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പാസ്പോർട്ട് തരുമോ, നീ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ, നീ ഒരു 10 ദിവസം ഇവിടെ ഇരിക്കും. 10 ദിവസം ഇവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നിന്നെ പറഞ്ഞേക്കാം, നിനക്കെതിരെ പാസ്പോർട്ട് കയ്യിലേ ഞാൻ തരാം നിനക്ക് പാസ്പോർട്ട് ഇപ്പൊ തരും. അപ്പൊ ഇല്ല 10 ദിവസം നിൽക്കും, നീ വന്നിട്ട് 5 ദിവസമായിട്ടുള്ളൂ, 3 കൊല്ലം നീ പോയിട്ട്. ഇല്ല ഞാൻ നിൽക്കൂല, എനിക്ക് പോകണം, എനിക്ക് അങ്ങനെ അങ്ങനെ ആക്കണം, അവിടെ നീ പോയിക്കൂട്ടി അവിടേക്ക് പോയിക്കോ. ഇതിലൊക്കെ ഞാൻ എന്താ പറയണ്ടേ, സീരിയസ്ലി ഞാൻ എന്താ പറയണ്ടേ, ഞാനിത് ഒരുപാട് പീസുകൾ ഞാൻ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് റിയാക്ട് ചെയ്യണം എന്ന് കരുതി എടുത്തു വെച്ചതാ. എനിക്ക് കുറച്ചും കൂടെ ഹെൽത്ത് സ്റ്റേബിളായ കണ്ടീഷൻ ആണെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ചെയ്യണം എന്ന് കരുതിയ ഒരു വിഷയമാണ്. പക്ഷേ ഈ സൗണ്ട് ഫുള്ള് ഡൗൺ ആയി കിടക്കുകയാണ്. ഈ സൗണ്ട് ഇനി ഞാൻ വർക്കിന് പോയി തിരിച്ച് റിട്ടേൺ വരുമ്പോഴേക്ക് കുറച്ചും കൂടെ ഭയങ്കര വീക്കാവും. എനിക്കത് പിന്നെ ഓക്കെ ആക്കി എടുത്ത് സംസാരിക്കാനുള്ളൊരു ഹെൽത്തി കണ്ടീഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നാത്തത് കൊണ്ട് ഞാൻ രാവിലെ എടുത്തു വെച്ച് പോകുന്ന വീഡിയോയാണ്. അപ്പം എനിക്ക് ഈ ടോപ്പിക്കിൽ, ഈ ഉമ്മയും ജാസിയും ആശയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൽ 2 വ്യക്തികൾക്ക് സ്നേഹിക്കാനുള്ള അവകാശം ഈ ലോകത്തുണ്ട്. അതിന് ഏത് കാസ്റ്റ് ആണെങ്കിലും, ഏത് ജെൻഡർ ആണെങ്കിലും, ഏത് റിലീജിയൻ ആണെങ്കിലും, എന്താണേലും പരസ്പരം ഒരുമിച്ച് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ ജീവിച്ചോട്ടെ. നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടോ, നിങ്ങൾ കരഞ്ഞത് കൊണ്ടോ, നിങ്ങൾ എന്തൊക്കെ ഡയലോഗ് പറഞ്ഞത് കൊണ്ടോ എനിക്ക് തോന്നുന്നില്ല ഈ ആശ തിരിച്ചു വരുമെന്ന്. നിങ്ങൾ പറഞ്ഞ പോലെ കൂടോത്രത്തിന്റെ പുറത്ത്, ഭീഷണീന്റെ പുറത്ത്, തല്ലും അടി കെട്ടുന്നതിന്റെ പുറത്ത്, തെറിവിളീന്റെ പുറത്ത്, ഇങ്ങനത്തെയൊക്കെ ഇതിന്റെ പുറത്താണ്
നിങ്ങൾ പറഞ്ഞ പോലെ ഈ ആശി പേടിച്ച് നിൽക്കുന്നതെങ്കിൽ അവിടെ ആശീൻ്റെ തെറ്റാണ്. അവൻ കുറച്ച് സ്ട്രോങ്ങർ ആവണമായിരുന്നു. അവനൊരു മൂക്കിൻ്റെ മുകളിലുള്ള മീശേൻ്റെ ഒരു പവർ കാണിക്കണമായിരുന്നു. അപ്പം അതുപോലും കാണിക്കാണ്ട് അവൻ ഇപ്പോഴും സാരിത്തുമ്പ് പോലെ ഭാര്യേൻ്റെ പുറകെ പോകുന്നുണ്ടെങ്കിൽ ഒട്ടു സീയുമ്മ. പ്ലീസ് ഡോണ്ട് ക്രിയേറ്റ് കോൺട്രവേഴ്സി. നിങ്ങളെ വേണ്ടാത്ത ആളെ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവുക. ഒരു ഉമ്മാൻ്റെ ഫീലിംഗ് മനസ്സിലാക്കിക്കൊണ്ട് അത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയാം. ഉമ്മാക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഉമ്മയോട് എത്ര ഇൻ്റർവ്യൂ എടുത്തോണ്ട് എത്ര പറഞ്ഞതുകൊണ്ട് വരുന്നു എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കുറേ കാലങ്ങളായിട്ടുള്ള കോൺട്രവേഴ്സിയാണ്, കുറേ കാലങ്ങളായിട്ടുള്ള വിഷയങ്ങളാണ്, വിവാദങ്ങളാണ്. ഇതിനൊന്നും അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഒരു കൺക്ലൂഷൻ വീണിട്ടില്ല. ഇനി വീണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഞാൻ അതാണ് ഇതിൽ ഓരോ കാര്യങ്ങൾ മുറിച്ച് കീറി പറയാത്തത്. കാരണം കീറി പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ആശീനെ പറയും, അല്ലെങ്കിൽ ഞാൻ ജാസീനെ പറയും, അല്ലെങ്കിൽ ഞാൻ ഉമ്മാനെ പറയും. ഇവിടെ ജനറലി എനിക്ക് പറയാനുള്ളത് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇത്ര മാത്രമാണ്. ഇത്ര പീസസ് ഞാൻ പറയുന്നുള്ളൂ. ഇനി എന്തേലും ഇമ്പോർട്ടൻറ്റ് പീസസ് എൻ്റെ നിന്ന് മിസ് ചെയ്ത് പോയിട്ടുണ്ട്, അത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സോ അവസാനിപ്പിക്കുകയാണ്. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.